ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 3G ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം, ക്ലച്ച്, അതേപോലെ കാർബറേറ്റർ നമുക്ക് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സർവീസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്ക് അഡ്ജസ്റ്റിങ് മാക്സിമത്തിലാണ് കിടക്കണേ. ലൈനർ ചെക്ക് ചെയ്യുമ്പോൾ ലൈനർ മാക്സിമം ആയിട്ടുണ്ട്, മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ ലെവലിൽ ഒരു ചെറിയ കുറവാണുണ്ട്. നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഓയിൽ സാധാരണ രീതിയിൽ ഒരു 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ചെയ്താൽ മതി. ഇതെനിക്ക് തോന്നുന്നത് ഈ ഇടയ്ക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കതൊന്നും മാറ്റിയിടേണ്ട അത്യാവശ്യമാണ്. പിന്നെ എയർ ഫിൽറ്റർ നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, എയർ ഫിൽറ്ററിൻ്റെ ആ പേപ്പറൊക്കെ നല്ല രീതിയിൽ ബ്ലോക്കായി പോയേക്കാം, ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് മൈലേജ് ഷോട്ട് കാര്യങ്ങൾ കാണിക്കും. കാരണം എന്താ വെച്ചാൽ എയർ ഫിൽറ്റർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പെട്രോളായിരിക്കും എഞ്ചിൻ ഹെഡിലേക്ക് ഇറങ്ങിച്ചല്ല. ഇത്രയും ബ്ലോക്കായി കിടന്ന് ഓടിയേക്കണേൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഓൾറെഡി ഇപ്പോൾ തന്നെ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നമുക്കിപ്പോൾ പുറമേ നിന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ മാറ്റി റീപ്ലേസ് ചെയ്തിടാം. അതേപോലെ തന്നെ ഈ കാർബറേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ ബ്ലോക്ക് ആകുമ്പോൾ ഇതിൻ്റെ ജെറ്റും കൂടി ബ്ലോക്ക് ആവൽ പതിവുണ്ട്. പിന്നെ ശരിക്കും എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അതാണ് ശരിക്കും അതിൻ്റെ ആ ഫംഗ്ഷൻ അങ്ങനെയാണ്. എയർ ഫിൽറ്റർ അതികൂടെ എയർ വലിച്ച് കാർബറേറ്റർ വഴി എഞ്ചിൻ ഹെഡിൽ പോയിട്ടാണ് ഫയറിങ് നടക്കുന്നത്. അപ്പോൾ എയർ ഫിൽറ്റർ മാറേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ട്. എയർ ഫിൽറ്റർ ഇപ്പോൾ നമ്മളിപ്പോൾ മാറ്റിയിട്ടാലും നമുക്കൊരു 10,000 കിലോമീറ്ററാണ് അതിൻ്റെ ഉപയോഗിക്കുക, നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള എൻ്റെ ലൈഫുള്ളൂ. ഓരോ 10,000 കിലോമീറ്ററിലും ചേഞ്ച് ചെയ്യണമെന്നുള്ളതാണ് ശരിക്കും എൻ്റെ റൈറ്റ് മെത്തേഡ്. പിന്നെ അത് നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ അനുസരിച്ചിട്ട് ഒരുപാട് പൊടിപടലങ്ങൾ ഇല്ലാത്ത ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 12,500 കിലോമീറ്ററൊക്കെ പരമാവധി ഉപയോഗിക്കാൻ കിട്ടാറുണ്ട്. എപ്പോഴും 10,000 കിലോമീറ്ററിൽ മാറ്റി ഉപയോഗിക്കണതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലച്ചിനകത്ത് ഈ ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റേതായിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോണ്ടല്ലോ, നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ്. ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പം അത് മാറേണ്ട ആവശ്യമില്ല. കാരണം അതിന് മാത്രം പ്രോബ്ലത്തിലേക്ക് പെട്ടെന്ന് വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ 4 മാസം കൂടുമ്പോഴാണ് നമുക്ക് സർവീസ് വരാം. ഓരോ 4 മാസം അല്ലെങ്കിൽ 3000 കിലോമീറ്ററിലാണ് റെഗുലർ സർവീസായിട്ട് തന്നെ. അപ്പോൾ അതിനകത്ത് ഓരോ സർവീസിൽ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യും. അത് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നോക്കും. കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പൊട്ടലുണ്ടെങ്കിൽ മാറ്റിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യാതെ. പിന്നെ അതിൻ്റെ റോളർ വെയിറ്റ്, വേരിയേറ്റർ ബോഡിയൊക്കെയാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്നൊരു കണ്ടീഷനൊന്നുമില്ല. ബെൻഡെക്സ് യൂണിറ്റൊക്കെ ആയാലും വർക്കിംഗ് ഓക്കെയാണ്, നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ CVT ക്ലച്ചിൻ്റെ മെയിനായിട്ട് വന്ന ഒരു പാർട്ടാണത്. ബാക്കിൽ ഇതൊരു പുള്ളി പോലെ വർക്കണം, അതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളത് അഴിക്കണ സമയത്ത് അത്യാവശ്യം തുരുമ്പിൻ്റെ പ്രശ്നം ഇതുണ്ടായ കാരണം നമ്മളതൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യണം കേട്ടോ. അതൊന്ന് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിടാം. അപ്പോൾ ഇതിൻ്റെ ഇത് ഇടുന്നതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. കാരണം ഇതെനിക്ക് തോന്നുന്നു ഇടയ്ക്ക് എപ്പോഴും മാറ്റിയിട്ടേണത് കേട്ടോ. അപ്പോൾ നിലവിൽ അതൊന്ന് അഴിച്ച് ക്ലീനാക്കി ശരിക്കും ഉറച്ച് ക്ലീൻ ചെയ്ത് ഇടണം. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെയാണ് ആ ജർക്കിങ് കാണിക്കുക. പിന്നെ അതിൻ്റെ ഈ ടോപ്പിലത്തെ ഇവിടെ വന്ന നെട്ടൊക്കെ ശരിക്കും വെട്ടിയാണ് അഴിച്ചേക്കണേ. അപ്പോൾ ഈ നെട്ടൊന്ന് മാറ്റിയിടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ വെട്ടി ടൈറ്റ് ചെയ്യണ സമയത്ത് കറക്റ്റ് ടോർക്കിൽ ടൈറ്റായി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് അഴിച്ച് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഫുള്ള് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഹെഡിൻ്റെ ഈ ഭാഗത്ത് ലീക്ക് ഉണ്ട്. ഹെഡ് ഗ്യാസ്കറ്റും അതിൻ്റെ മൗണ്ട് റബ്ബറും ലീക്ക് ആയേക്കണാണ് ഈ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ഒന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഗ്യാസ്കറ്റും ഈ ബോൾട്ടിൻ്റെ അതിൻ്റെ ഉള്ളിലൊരു ഓൽസീൽ പോലെ വന്ന റബ്ബറാണ് മൗണ്ട് റബ്ബർ എന്ന് പറയുന്നത്. അതും നമുക്കൊന്ന് മാറ്റിയിടാം. പിന്നെ ശരിക്കും എൻജിൻ റൂമിൻ്റെ ഉള്ളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും ഇത് ഫുള്ളായിട്ട് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അതിന് മാത്രം ചെളിയും കാര്യങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് 1-2 കംപ്ലയിൻസുകളുണ്ട്. ഫ്രണ്ടിൻ്റെ നമുക്ക് ഈ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് ഫ്രണ്ടിൽ വരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്ന കോളർ ബുഷ് നമുക്കൊരു ചെറിയ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് മാറ്റിയിടാം. അതേപോലെ തന്നെ ഈ ഗ്രീൻ ബുഷ് ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാറ്റേണ്ടി വേണ്ട ഒരു പാട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ഈ വളരെ ഈ ഫ്ലെക്സിബിളായിട്ടുള്ള ചെറിയ ടൈപ്പ് റബ്ബർ ബുഷ് പോലത്തെ റേറ്റാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റോഡിലെ ആക്ഷൻ മൊത്തം ലോഡ് ചെയ്യുന്നത് അതുമേ ആയതുകൊണ്ടും ഇടയ്ക്ക് അത് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളാണ് ഈ കാണുന്നത്. ശരിക്കും ഔട്ടർ വലിഞ്ഞിരിക്കണത്. കാരണം ഇപ്പോൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ആവാനായിട്ട് കേബിൾ വലിയാനുള്ള ഒരു ഗ്യാപ്പില്ല. അത് വരുമ്പോഴത്തേക്കും തന്നെ ബ്രേക്ക് ലോക്കായി പോകും. കാരണം അത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വരാൻ സംഭവിക്കുന്നത് വെച്ചാൽ ഓൾറെഡി പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ടൈറ്റ് ചെയ്താലും ബ്രേക്ക് കിട്ടാത്തൊരു കണ്ടീഷനിലേക്ക് വരും.
നമുക്ക് ലിവറുമ്പോൾ പിടിക്കുമ്പോൾ ബ്രേക്ക് കാണിക്കും, പക്ഷേ വണ്ടി ബ്രേക്ക് ചെയ്ത വണ്ടി നിൽക്കാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. പിന്നെ നമുക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, സെൽഫ് ഇടയ്ക്ക് എടുക്കാത്തൊരു കംപ്ലയിൻറ്റ്, കിട്ടുന്നില്ല എന്നാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടല്ലോ, ബാറ്ററിയുടെയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബാറ്ററിയുടെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. നമുക്കതിൻ്റെ വോൾട്ട് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് 12.59 വരെ വരുന്നുണ്ട്, വോൾട്ട് കാണിക്കുന്നുണ്ട്. നമ്മളത് ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ടല്ലോ, ജസ്റ്റ് കറക്റ്റായിട്ട് അതിൻ്റെ വാല്യൂസിന് അത് കാണിക്കും. ഓൾറെഡി പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു ബാറ്ററി എടുത്ത് വെച്ചതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ്. അതിന് ശേഷമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞേട്ടോ. കാരണം എന്ന് വെച്ചാൽ വേറെ ബാറ്ററി എടുത്ത് വെച്ച് പുതിയ ബാറ്ററി വെച്ചിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൽഫ് സംബന്ധമായിട്ട് കംപ്ലയിൻ്റ് ഒന്നുമില്ല, അല്ലാത്തപ്പോൾ ഇടയ്ക്ക് എടുക്കാനായിട്ടൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. ശരിക്കും ബാറ്ററിയുടെ ലൈഫ് കഴിഞ്ഞാലാണ്. പിന്നെ അതേപോലെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ തന്നെ ഫോം ടൈപ്പ് ഫിൽറ്ററാണ് തന്നെ. അത് ശരിക്കും ലൊക്കേഷൻ വന്നത് ഈ എൻജിൻ റൂമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അത് ശരിക്കും പൊടിഞ്ഞു പോയിട്ടുണ്ട്, നമുക്കൊന്ന് മാറ്റിയിടണം. എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞങ്ങനെ. ഓയിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല, വലിയ കളർ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ കളർ നോക്കിയിട്ട് 100% നമുക്ക് ഓയിലിൻ്റെ കണ്ടീഷൻ പറയാൻ പറ്റില്ല കേട്ടോ. കാരണം 3000 കിലോമീറ്ററാണ് നമ്മൾ അതിൻ്റെ കിലോമീറ്റർ ബേസിലാണ് എൻജിൻ ഓയിൽ കാര്യങ്ങളൊക്കെ. വണ്ടിയുടെ മെയിൻ്റനൻസ് ആയാലും ഓയിൽ ചേഞ്ചിൻ്റെ കേസിൽ കിലോമീറ്റർ ബേസിലാണ് നമുക്കത് ചേഞ്ച് ചെയ്ത് പോകുന്നത്. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അറിയാലോ, ഫ്രണ്ട് ടയർ ഫുള്ള് തീർന്ന് നിൽക്കണം. ഈ സൈഡിൽ ഗ്രൂവ് നോക്കണ്ട, സെൻറ്ററിൽ അതിൻ്റെ ടയർ വെയർ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് നോക്കുമ്പോൾ ഇതാണ് ശരിക്കും അതിൻ്റെ കറക്റ്റ് മാർക്കിങ് വരാം. ഇവിടെ ഒരു TWI എന്ന് പറഞ്ഞിട്ട് സംഭവം കൊടുക്കുന്നുണ്ട്. അത് ഈ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഇത് ഇവിടെ ആയിട്ട് വരും. അതിനോട് ചേർന്ന് വരുമ്പോൾ ടയർ മാറണമെന്നുള്ളതാണ്. ഇതിപ്പോൾ ഓൾറെഡി അതും കഴിഞ്ഞ് ഓൾറെഡി സെൻട്രൽ പോർഷനിലുള്ള ലൈൻ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ടയർ മാറുന്ന ടൈമൊക്കെ പണ്ടേ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു വെട്ടൽ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗത്തുനിന്ന് കാണിക്കുന്നുണ്ട്. ഇത്രയും കേസാണ് നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള ഒരു ഇത് പറയണം. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്തിടേണ്ട പാർട്സുകളുടെ ജസ്റ്റ് ഒന്ന് പറയാം. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഈ ഫോം ടൈപ്പ് ഫിൽറ്റർ നമുക്കൊന്ന് മാറ്റിയിടണം. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ പ്ലഗ് നമുക്ക് മാറ്റുന്ന ടൈമായിട്ടുണ്ട്. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. ഈ സ്ലോ ജെറ്റ് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, ക്ലീൻ ചെയ്ത് നോക്കാം. കിട്ടിയില്ലെങ്കിൽ അതൊന്ന് മാറ്റിയിടേണ്ടി വരും. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്ന കോളർ ബുഷ് മാറ്റിയിടണം, ഗ്രീൻ ബുഷ് മാറ്റിയിടണം. ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്, അതാണ് സെൽഫ് എടുക്കാത്തതിൻ്റെ ഒരു കണ്ടീഷൻ, സെൽഫ് എടുക്കാത്തതിൻ്റെ ഒരു കംപ്ലയിൻ്റ് കാണിക്കുന്നത്. പിന്നെ ഓൾറെഡി നമുക്ക് ഈ ഭാഗത്തേക്ക് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നുമില്ല. ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. എയർ ഫിൽറ്റർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യാം, ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റിടാം. ഇത്രയും കേസാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത് ഒരു വർക്ക് അതൊക്കെയാണ്. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് വീഡിയോ ഞാൻ ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. നോക്കി കണ്ടതിന് ശേഷം അത് ഏതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ദിവസം നോക്കി ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് ഒരു എസ്റ്റിമേറ്റ് റെഡി ആക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയണേ.